ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അജിഷ് ഫാമിലിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് അജിഷ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, അഡ്വിൻ ആൻഡ് അലോണ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ ആദ്യത്തെ ചാനലാണ്. ഞങ്ങളിപ്പോൾ പ്രസൻ്റ്ലി യു കെയിലാണ് ഉള്ളത്. യു കെയിലെ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾഡൗൺ. അതിനകത്ത് ഞാൻ NHS ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. യു കെയിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 4 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കുവൈറ്റിൽ 7 വർഷത്തോളം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 2022 ഞാൻ OET പാസ്സായി യു കെയിലേക്ക് വരുന്നത്. യു കെയിലേക്ക് ജോലി കിട്ടിയപ്പോൾ ആദ്യമൊക്കെ സന്തോഷം തോന്നിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു വരണോ വേണ്ടയോ എന്ന്. ഫസ്റ്റ് തിങ്, ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാ കൺട്രിയിലും ഒരേപോലെയാണോ? പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അവരുടെ ഇൻസ്ട്രുമെൻസിൻ്റെ പേര്, പ്രത്യേകിച്ചും ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ സ്ക്രബ് നഴ്സസ് ആയിട്ടാണ് വരുന്നത്. അന്നേരം ഇൻസ്ട്രുമെൻസിൻ്റെ പേര്, ഡോക്ടേഴ്സിനോട് എങ്ങനെയാണ് ആ ഒരു ലാംഗ്വേജിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഭയങ്കര കൺസേൺ ആയിരുന്നു. ഇവിടെ വന്ന് ഓസ്കി പാസ്സാവുമോ, നമുക്ക് പേഷ്യൻ്റ് കെയർ, ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അത് എങ്ങനെ ഫേസ് ചെയ്യാം. NHS ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 2022 ഞാൻ ഇങ്ങോട്ടേക്ക് വരും. എനിക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ഓപ്പറേഷൻ തിയേറ്റർ ഇൻ UK ഒരുപാട് ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇൻഫർമേഷൻസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര വറിയായിരുന്നു. എനിക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസേൺ അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്ക്രബ് നഴ്സ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നാട്ടിലെ പോലെ തന്നെ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ. അതുകൂടാതെ ഇവിടെ എല്ലാവരും ഒരേപോലെ തിയേറ്ററിൽ നമുക്ക് ബാൻഡ് 2 പോട്ടേഴ്സ് ഉണ്ടാവും. ഏറ്റവും അടിയെന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് കീപ്പിംഗ് തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലീനേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ പോട്ടേഴ്സ് ഉണ്ടായിരിക്കും. ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7, ബാൻഡ് 8. ബാൻഡ് 8 തന്നെ A, B അങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ക്ലർക്ക്, അതുകൊണ്ട് കോർഡിനേറ്റേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ജോലികൾ ചെയ്യുന്നവർ, പല പൊസിഷൻസാണ് ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ബാൻഡ് 3 ആയിട്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഓസ്കി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ബാൻഡ് 5 ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. യു കെയിലെ ജോലി സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7, ഈവൻ ബാൻഡ് 8 ആയാലും എല്ലാവരും എല്ലാ ജോലികളും ചെയ്യും. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. പക്ഷേ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിനനുസരിച്ച് ഇത് എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കാറൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടറിങ്ങിന് പോകണം. നമ്മുടെ ഒരു കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. തിയേറ്റേഴ്സൊക്കെ നമ്മൾ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. അതിനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും അവരുടെ കൂടെ നമ്മളും കൂടി, നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പല ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കാം. ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ സ്റ്റാൻഡേർഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അവർ പറഞ്ഞേക്കുന്ന എന്താണോ ആ ഹോസ്പിറ്റലിലെ പോളിസി, ആ പോളിസി അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോളിസി എന്താണോ പറഞ്ഞേക്കുന്നത് ആ പോളിസി വെച്ചിട്ടേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫേവർ ചെയ്ത് വരത്തുള്ളൂ. എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹോസ്പിറ്റലിൻ്റെ പോളിസിയായിട്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പ്രശ്നമായിട്ട് വരും. ഇനിയിപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് നിർത്താം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ നാട്ടിൽ നമ്മളോട് ആരോടെ എന്തെങ്കിലും കാര്യം ചെയ്യണം, നിനക്ക് അത് ചെയ്യാൻ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്ക് ഓക്കെയാണ്, ഞാനൊരു കൈ നോക്കാമെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമുക്ക് ഫുള്ളായിട്ട് ആ കാര്യം അറിയാം, പിന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരത്തൊന്നുമില്ല.
അപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ അത് നമ്മൾ ഇവിടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ആ ഒരു പ്രൊസീജിയർ കണ്ടു, നമുക്ക് തന്നെ ചെയ്യാൻ കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഐ ആം ഓക്കെ എന്ന് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ അത് പ്രശ്നമായിട്ട് വരും. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഹാഫ് അറിഞ്ഞിട്ട് ഓക്കെ എന്ന് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. കാരണം അത് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. അപ്പം അത് ഇനിയാണെങ്കിലും ഇനി തിയേറ്ററിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും. പിന്നെ ഒരു തുല്യത ഉണ്ട് എന്ന് പറയുന്നതിലുപരി എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് ബ്രിട്ടീഷുകാർ, അവരുടെ ഇടയിൽ നമ്മളെ ഒരിക്കലും ടീസ് ചെയ്യുകയോ, അതായത് നമ്മളെ കളിയാക്കുകയോ, അല്ലെങ്കിൽ നീ തുടക്കുകയാണോ, അല്ലെങ്കിൽ നിൻ്റെ ജോലി അതല്ലേ, നീ ഒരു സ്ക്രബ് നേഴ്സ് അല്ലേ, അല്ലെങ്കിൽ നിൻ്റെ ആ ജോലി അതാണ്, നിനക്ക് കുറച്ച് സാലറിയല്ലേ കിട്ടുന്നുള്ളൂ, അങ്ങനെയുള്ളൊരു വ്യത്യാസമൊന്നും ഇവിടെ ഞാൻ ഒരു ബ്രിട്ടീഷുകാരിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കത് കാണാൻ പറ്റും നമ്മുടെ ഇന്ത്യൻസിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു മൾട്ടി കൾച്ചർ സിസ്റ്റമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരൊഴികെ ബാക്കി എല്ലാവരിലും ഈ വകഭേദങ്ങളെല്ലാം കാണാമെങ്കിലും ബ്രിട്ടീഷുകാരിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. അത് ഇവരുടെ സൈഡിൽ നിന്ന് ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇവർ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക, എല്ലാവരോടും ഒരേപോലെ. ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടിയാണ് പോകുന്നത്. UK ജോലി സ്റ്റാർട്ട് ആയതിനു ശേഷമാണ് ഞാനൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ടൊരു ക്ലിയർ ഒരു പിക്ചർ കിട്ടിയത്. ഈവൻ നമ്മളിപ്പോൾ ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7, ബാൻഡ് 8 ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ടെങ്കിലും ഇതൊരു ടീം വർക്കാണ് നമ്മൾ തിയേറ്ററിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പോർട്ടർ ഇല്ല എന്ന് കരുതി നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുവരാനോ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനോ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ അന്നേരം അവിടെ ആരാണ് അവൈലബിൾ, ആരാണ് ഫ്രീ, അവർ പേഷ്യൻറ്റിനെ കൊണ്ടുപോകും. അതൊരു 8 എന്നോ 7 എന്നോ 6 എന്നോ 5 എന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ടുപോകും, പേഷ്യൻറ്റിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ട്രാൻസ്ഫർ ചെയ്യും. ബ്ലഡ് ബാങ്കിൽ പോകണമെങ്കിൽ നമ്മൾ പോകും, ലാബിൽ പോകണമെങ്കിൽ നമ്മൾ ലാബിൽ പോവും. അതുപോലെ തിയേറ്ററിലെ കേസ് കഴിഞ്ഞ ശേഷം നമ്മൾ ബാൻഡ് 3 അല്ലെങ്കിൽ ബാൻഡ് 2 വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. നമ്മൾ എത്രയും വേഗം ക്ലീൻ ചെയ്ത് നമ്മുടെ ജോലി തീർക്കാനേ നോക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ചേട്ടത്തിനെയോ അല്ലെങ്കിൽ നമ്മൾ അറബി രാജ്യങ്ങളെ പോലെ പോർട്ടേഴ്സിനെ വിളിച്ച് ക്ലീൻ അങ്ങനെ ഒരു സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണം, ഒരു തുല്യതയുണ്ട് ഇവിടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു എപ്പിസോഡായിട്ട് മാറും. അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം. താങ്ക്